ഒരു താരാട്ടിൻ തണലായി മാറാൻ നറുവിൻ തൂവൽ തളിരാൽ മൂടാൻ ഇടനെഞ്ചിൽ കൂട്ടും കാണാക്കൂട്ടിൽ ഇടറും കിളി ഉറങ്ങ് നീ ഉറങ്ങിയോ നിലാവേ മഴ നിലാവേ മനസ്സിനുള്ളിലെങ്ങോ മിന്നിത്തിന്നും മയിൽ പീലിപ്പൂവാടിയോ തണലിളിളവേൽക്കും ഉള്ളിനുള്ളിൽ ചെറുമുള്ളുകൾ കൊണ്ടുപോ നീവിതുമ്പിയെന്നാൽ പിടയുന്നതെന്റെ കരളല്ലയോ ഓളക്കാറ്റായി തടുകിടാം ഓമൽ പാട്ടാടുകിടാം ഉരുകാതുതിരാതുറങ്ങാൻ മലർമകളെ വായോ നീ ഉറങ്ങിയോ നിലാവേ മഴ നിലാവേ തീതിറങ്ങി വാ തുളുമ്പും മിഴിതലോടാൻ കുരുങ്ങു ചിറകോടെ കൊഞ്ചിത്തുള്ളും കുളിർ മഞ്ഞു നീർത്തുമ്പികളോ അരിയ തിരിനാളം ദൂരെ കണ്ടാൽ പുതുപൂവ് പോൽ പുൽകുമോ വേനലാണു ദൂരെ വെറുതെ പറന്നു മറയല്ലേ നീ വാടിപ്പോകും കനവുകൾ നീറിപ്പൊള്ളും ചിറകുകൾ മനസ്സിൻ മടിയിൽ മയങ്ങാൻ കിളിമകളെ വായോ നീ ഉറങ്ങിയോ നിലാവേ മഴ നിലാവേ പെയ്തിറങ്ങി വാ തുളുമ്പും മിഴിതലോടാൻ ഒരു താരാട്ടിൻ തണലായി മാറാൻ നറുവിൻ തൂവൽ തളിരാൽ മൂടാൻ ഇടനെഞ്ചിൽ കൂട്ടും കാണാക്കൂട്ടിൽ ഇടറും കിളിയുറങ്ങ് നീ ഉറങ്ങിയോ നിലാവേ മഴ നിലാവേ സൂപ്പർ നൈസ് മോള്. ചേച്ചി ശ്രേയ ഹായ് ചേച്ചി ഭയങ്കര ഫീലായിരുന്നല്ലോ. ഞാൻ വെച്ച് നീ ഇപ്പൊ കരയുന്ന്. അങ്ങനൊന്നുമില്ല. ചോദിച്ചു നോക്കാം. ചോദിക്കാം. ചേച്ചി ശ്രേയക്കുട്ടി ഹായ് ചേച്ചി സുന്ദരിമണി നന്നായിട്ടുണ്ട് കാണാൻ. താങ്ക് യു. നന്നായി പാടി. താങ്ക് യു.
ശ്രേയ, ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. ഹിറ്റ്ലർ എന്നുള്ള മൂവിത്തെ സോങ് ആണ്. ആ, മ്യൂസിക് ചെയ്തത് SP വെങ്കടേഷ് സാറാണ്. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. ഓക്കെ. പാടിയത് ചിത്ര മാമും പിന്നെ ദാസേട്ടനും പാടിയിട്ടുണ്ട്. രണ്ട് വേർഷൻ അല്ലേ, സെപ്പറേറ്റ് ആയിട്ടാണ്. മോളെ ഏതാ പഠിച്ചത്? ഞാൻ ചിത്ര ചേച്ചിയുടെ. ഓക്കെ. എനിക്ക് മോളെ ലോ പാടിയ സമയത്ത് കുറച്ച് അത് ക്ലാരിറ്റി വരാത്ത പോലെ തോന്നിയിരുന്നു. അതായത് അനുപല്ലവിയാന്ന് തോന്നുന്നു. ആ പോർഷൻസ് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റിയിൽ വരാമെന്ന് എനിക്ക് തോന്നി. മോള് പാടി നോക്കുന്നോ അത്? മനസ്സിനുള്ളിലെങ്ങോ മിന്നിത്തിന്നും മയിൽ പീലി പൂവാടിയോ മയിൽ പീലി മോളെ ഒന്ന് ഇങ്ങനെയാക്കൂ. ഈ പീലി മയിൽ പീലി ചിരിക്കണ്ട. ഈ കാര്യം മയിൽ പീലി പൂവാടിയോ തണലിളിളവേൽക്കും ഉള്ളിനുള്ളിൽ ചെറുമുള്ളുകൾ കൊണ്ടുപോ. അതേപോലെ മോളെ അതിന്റെ നെക്സ്റ്റ് വണ്ണിലും എനിക്ക് ആ ഒരു ബേസ് പോർഷൻ പാടിയപ്പോഴത്തേക്ക് അവിടെ ഒരു കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ലിഫ്റ്റ് വരാമെന്ന് തോന്നി. ഈ ആകാരം ഈ കാര്യമൊക്കെ പാടുമ്പോൾ ഈ ആയിട്ട് തന്നെ പാടുമ്പോൾ ചിരിക്കാന്നുള്ളതല്ല, ഈ കാര്യമായിട്ട് തന്നെ പാടുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി വരുത്താൻ സാധിക്കും. ഗോഡ് ബ്ലെസ് യു. നന്നാവട്ടെ, ശബ്ദം ഇനി നന്നാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശ്രേയ, നല്ല പാട്ട്. ശ്രേയ നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ശ്രേയ, ഈ മൈക്ക് ഈ പിടിക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് പിടിച്ച് നമ്മൾ പറയുന്ന ഒന്നും വ്യക്തമാവത്തില്ല, പാടുന്ന ഒട്ടും ആവത്തില്ല. മൊത്തത്തിലൊരു എന്നേ കേൾക്കത്തുള്ളൂ. ശ്രേയ നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. അപ്പം അത് പാടുന്ന നമ്മൾ കേൾക്കണ്ടേ. ശ്രുതിയുടെ കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് പിടിക്കുക. അത് അവിടെ ഇവിടെ ചേരാതാവുന്നുണ്ട്. അപ്പൊ അതൊന്നും നോക്കിക്കൊള്ളുക. നല്ല എന്താ പറയണ്ട, നല്ല അത് മാത്രം നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ആ പ്രോബ്ലം വരുന്നുണ്ട്, അത് നോക്കുക. നന്നായിട്ട് പാടി ശ്രേയ. ശ്രേയ നന്നായിട്ട് പാടി ശ്രേയ. ഞാൻ ആകെ ഒരു കാര്യം മാത്രമേ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. ഇതാണ് മൈക്ക്. ശ്രേയ എത്രേ ഉള്ളൂ. ശ്രേയയുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി മൂക്കിന്റെയും വായുടെയും സെൻട്രൽ എവിടെയോ വെച്ചിട്ട് അല്ലേ? അങ്ങനെയാണ് ശീലിച്ചത്. അപ്പൊ അതാണോ മാറ്റാം. അത് മാറ്റണം. ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്, അതില് യാതൊരു ഇതുമില്ല, മാർക്കും കിട്ടും. പക്ഷെ ഈ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് ഇനി പാടുമ്പോൾ മനസ്സിൽ വെക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ശ്രേയക്കുട്ടി, ഹായ് സർ. 3 കാര്യം. ഒന്ന്, നമ്മുടെ വാണി ജയറാം, വാണിയമ്മ, ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോകുന്ന ഒരു പാടുന്ന കേൾക്കും. മൈക്ക് പിടിക്കുന്ന വെച്ചാൽ മൈക്ക് ഇങ്ങോട്ട് എടുത്ത എണ്ണം ഇത്രയാണ്. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിനകത്ത് അവരുടെ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പാട്ടുണ്ടല്ലോ, സൽദയുടെ ഒരു പാട്ടുണ്ടല്ലോ, സൗരയുധത്തിൽ തരാരീരത്ത. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലരെന്ന് പറഞ്ഞാൽ മൈക്കൊക്കെ ഉണ്ടല്ലോ, ചില മെയിൽ സിംഗേഴ്സ് ഉണ്ട്, മൈക്ക് ഇങ്ങനെ ആക്കുന്നത് ഉരുട്ടി അണ്ണാക്കിലോട്ട് വിഴുങ്ങുന്ന രീതിയിലാണ് പോകുന്നത്. കാരണം അതിന് ഇപ്പൊ പറഞ്ഞ വലിയൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതിനൊരു ഡിസ്റ്റൻസ് ഇട്ട് പാടുക, സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതൊന്ന്. പിന്നെ ഞാൻ ഈ സിനിമയിൽ ഒരു കള്ളത്തരം കാണിച്ചു. ഹിറ്റ്ലറില് അതിനകത്ത് അക്കരെ നിൽക്കുന്ന ചക്കരമാവിലൊരു ഇത്തിരി മുത്തിരി മുന്തിരി മണിയുടെ. അപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ 71 കോൾ ഷീറ്റ് ആണ് AVM-G കേറുന്ന സ്ഥലത്ത് ഇടത്തെ സൈഡിൽ രവിയുടെ. അപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നീങ്ക വന്ന് ഒരു കാര്യം പണുങ്ക, ഒരു 10 o'clock വന്നിരുന്നു. അപ്പൊ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഒരു 8:30 മണിയായപ്പോഴത്തേക്ക് അവിടെ വന്നു. അപ്പൊ നല്ല വടയും ദോശയൊക്കെ അതൊക്കെ കഴിച്ചിട്ട് അവിടെ ഇവരുടെ മ്യൂസിക്കൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വെങ്കടേഷ് സാർ വന്നു ഇതുപോലെ പാട്ട്. അപ്പം നേരത്തെ വന്നോണ്ട് നേരത്തെ എനിക്ക് പറഞ്ഞു തന്നു. നോക്കിയപ്പം നേരെ തിരിച്ചാ കിടക്കുന്നത്. 3 പ്രാവശ്യം എനിക്കായി ഐറ്റം. മുത്തിരി ഒരു പ്രാവശ്യം തന്നെ പാടുന്ന. കാരണം ഇവിടെ കുത്തിയൊന്നും എടുക്കാൻ പറ്റൂല, ഒറ്റ പോക്ക ആദ്യം തൊട്ട്. അപ്പൊ ടേക്ക് റണ്ണിങ് എന്ന് പറഞ്ഞപ്പോ ചങ്കിടിച്ച ഒരു പാട്ടാണിത്. അപ്പൊ ഈ 3 പ്രാവശ്യം എന്നുള്ള ഞാൻ പറഞ്ഞു സാർ ഇത് വന്ന് ഫീമെയിൽ വോയിസ് ரொம்ப അഴകായിരിക്കും സാർ.
അപ്പൊ ഉണ്ട് മറ്റൊരു കയറി വരുന്നു, ഈ രണ്ടുപേരും നമ്മുടെ ഡയറക്ടേഴ്സ് പടത്തിന്റെ. ഞാൻ പറഞ്ഞു, അണ്ണാ ഇത് ഫീമെയിൽ വേഴ്സിൽ വരുമ്പോൾ നല്ല മണി പോലെ ഇരിക്കും, മുത്തിരി 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 ജിഞ്ചിന് 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 അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നേരെ തിരിച്ചിട്ടാ ഉഗ്രനായിരിക്കും എന്ന്. അപ്പൊ ആ ഹമ്മിങ് ഉണ്ട്, എന്നൊരു ഹമ്മിങ് ഉണ്ട്, അത് വേണം ഞാൻ പാടാം എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി അങ്ങനെ വെച്ചു. അപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം ഉള്ളൂ. ഇത് കഴിഞ്ഞപ്പോ കറക്റ്റ് 10 മണിയായപ്പോ ചിത്രം വന്നു. നോക്കിയപ്പോ 3 പ്രാവശ്യം. ഇത് 3 പ്രാവശ്യം ഉണ്ടോ? അങ്ങനാണ്. പിന്നെ അത് ചിത്ര പാടിയാലേ ശരിയാവും എന്നാണ് എല്ലാരും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പാടിയപ്പോ ഒന്നും ശരിയായില്ല. അങ്ങനെ ചെറിയൊരു കള്ളത്തരം, ചെറുതല്ലേ, രക്ഷപ്പെടാൻ വേണ്ടിട്ടേ. മോളെ ഈ പറഞ്ഞാണ്, ഈ മൂക്കിനകത്ത് വെച്ച് പാടുമ്പോ ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടും കേട്ടോ. ശ്രുതിയും ശ്രദ്ധിക്കല്ലേ, ഇപ്പൊ എന്നെ പാടി കേൾപ്പിക്കണം. നെക്സ്റ്റ് ലൈൻ. ഡിസ്റ്റൻസ്. ഒരു താരാട്ടി ഓപ്പൺ അപ്പ്, ഓപ്പൺ അപ്പ്, ഓപ്പൺ. തണലായി കുറച്ചൊരു ശബ്ദം. കുറച്ചുകൂടെ ലൗഡർ. ഓക്കെയാണോ? എന്തൊരു വ്യത്യാസം, ഭീകരാണ് വ്യത്യാസം. ശ്രേയ, ഇതേ ലൈൻ ശ്രേയയുടെ സ്റ്റൈലിൽ ഒന്ന് പാടാം, മൂക്കിനകത്ത് കയറ്റി. നീ മൂക്കിനോട് അടുപ്പിക്കണ്ട, ആ ഫ്രീക്വൻസിയാ കിടന്ന് ഇതാവണേ. ഇപ്പം ശ്രേയക്ക് തന്നെ മനസ്സിലായല്ലോ. എന്ത് സുഖമായിരുന്നു കേൾക്കാൻ. ഓക്കെ, താങ്ക് യു സർ. മാർക്സ് ചോദിക്കാം. പക്ഷെ എം ജി സാർ, ഹിറ്റ്ലറിലെ ആ പാട്ട് വേണ്ട 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 അക്കരെ നിക്കണം, അത് വേണ്ട സാർ, അത് കഴിഞ്ഞിട്ടുള്ളത് സാർ. ഏത്? കീതച്ചെത്തും കാറ്റേ തരത്തിപ്പും കാറ്റേ ചങ്കടനക്കം ചങ്കടനക്കം താനായോ. അത് ഫീമെയിലും ഉണ്ട്. ഒന്ന് എടുത്തേ, ചുമ്മാ ഇരിക്കാതെ. 1 2 3. കീതച്ചെത്തും കാറ്റേ കൊതിച്ചിപ്പും കാറ്റേ മണിത്തുമ്പപ്പൂവിൽ തേനും തായോ. ഓലോലം തുടിച്ചു പാടാം, ഓലക്കം മതിച്ചു നാടാം, മാണിക്ക ചിറകിലേറാം, മാമ്പൂവും തിരഞ്ഞു പാറാം. മനസ്സിരുത്സവമല്ലേ, മതിമറന്നേറുകയല്ലേ. സബാഷ്. കിതച്ചെത്തും കാറ്റേ കൊതിച്ചിപ്പും കാറ്റേ മണിത്തുമ്പപ്പൂവേ തേനും തായോ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. So I give you 8.7. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. ശ്രേയ 8.8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. ശ്രേയ ഓക്കെ. എം ജി സർ. 8.7. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 26.2. താങ്ക് യു ചേച്ചി. ഇപ്പൊ സമാധാനായില്ലേ? എന്നാ ശരി, പൊക്കോട്ടാ. അടുത്തതായി സോങ്സ് ഓഫ് ജോയ് റൗണ്ട്. അടിപൊളി. ലെറ്റ്സ് വെൽക്കം ശിവാനി. അടിപൊളി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ശിവാനി, ചേച്ചി. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ്. ആ മറ്റേ സർക്കസ് ഒക്കെ കൂടെ വന്നപ്പോഴേക്കും അടിപൊളിയായിരുന്നു. താങ്ക് യു. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. എം ജി സർ. ഒന്നും പറയാനില്ല. താങ്ക് യു സർ. വിഷ്വൽ ട്രീറ്റ്, പാടിയത് മനോഹരമായി. എക്സെപ്റ്റ് ജീവരാഗ മധുലയം, പുതിയൊരു പുളകം, അങ്ങനെയുള്ള ചിലയിടത്തുള്ള ഒരു ശ്രുതി
അതല്ലാതെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ സ്പ്രിഞ്ചി സ്പ്രിഞ്ചി എന്നല്ലല്ല, സ്പ്രിഞ്ചി. പിന്നെ നമ്മുടെ ഇവരൊക്കെ എന്താ ഇത് മറ്റേ എന്തോ ഇങ്ങനെ ഒരു സാധനം കാണിച്ചില്ല, വ്യാളി വ്യാളി ഒരു ചൈനീസ് വ്യാളി. ചൈനീസ് വ്യാളി. അപ്പൊ അത് നന്നായിരുന്നു. ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ മോള് പാടിയത് മോളുടെ ചെറിയ സ്റ്റെപ്പ് ആണെങ്കിൽ അത് നന്നായിരുന്നു. എല്ലാം കൊണ്ടും ബ്യൂട്ടിഫുൾ. കോറസ് സൂപ്പർ ആയിരുന്നു. അതിനിടയിൽ ആരോ ഒരാള് ഷഡ്ജം പിടിച്ചപ്പോഴത്തേക്ക് അണ്ണാച്ചി അങ്ങനെ തോന്നിയോ? ഒരു ഒരു ചെറുങ്ങനെ ഒരു ചേർച്ച കുറവ്. സാരമില്ല. എനിഹോ ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഷാനിക്ക. ശിവാനി അടിപൊളിയായിരുന്നു മോളെ. പക്ഷെ എനിക്ക് പാറുവിന് എനിക്കൊരു ടാസ്ക് കൊടുക്കണം എന്നുണ്ട്. പാറു ഇങ്ങനെ തലകുത്തി മറിയാനൊന്നും പറയരുത്. ഒരിക്കലുമില്ല. നിന്നെ കൊണ്ട് അത് എങ്ങനെ തലയുള്ളവർക്കല്ലേ. പാറു ഒന്ന് നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് ഒന്ന് പോയെ. എന്തിനാ? ആ ചുമ്മാ രസത്തിന്. ഇവിടെ നിന്നിട്ട് ഭയങ്കര ശല്യം. എന്താ ചെല്ലു നീ അങ്ങോട്ട്. എന്റെ സീറ്റിന്റെ വേണ്ട വേണ്ട, അവിടെ നിന്നാ മതി. അവിടെ നമ്മുടെ അർച്ചനയുടെ ഇടത്തെ കൈ ഒന്ന് നോക്കിയാടി നീ. അതാണോ ഇടത്തെ കൈ? അത് ഏത് ലോകത്താണ് അത് ഇടത്തെ കൈ ആവുന്നത്? സമയം കളയാതെ ചൂരലവിടെ കുതിര. കുതിരയോ മനുഷ്യൻ? ഈ കള്ളത്തരത്തിന് എനിക്ക് കൂട്ടിക്കാൻ പറ്റില്ല. നീ എന്നോടൊരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ. എന്താ സംഭവം? ഇതെന്താ ഒട്ടിയിരിക്കുകയാണോ? എനിക്ക് സോറി, അവള് മറന്നു പോന്ന് വിചാരിച്ചു. നേരത്തെ എഴുതി വെച്ചത് നമ്മള് തലയെഴുത്തെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ആദ്യം കൈയെഴുത്ത്. കൊള്ളാം, കുഴപ്പമില്ല. നൈസ് ഐഡിയ. എന്തിനാ ഇത് ചെയ്തേന്? ഈ കടുങ്കൈ, അതും ഇടത്തെ കൈയിൽ ഈ കടുങ്കൈ. ഒരു ധൈര്യത്തിന് എഴുതിച്ച, പക്ഷെ നോക്കിയിട്ടില്ല സർ. എടി നീ നോക്കിയോണ്ടാണ് ഞാൻ കണ്ടത്. അത് പച്ച കള്ളം. അത് അതിനേക്കാളും വലുത്. അത് എഴുതിയത് പോട്ടെ, എഴുതിയ നമ്മള് തപ്പ്. ഒരാളത് കണ്ടുപിടിച്ച് പറയുമ്പോ ഞാൻ നോക്കിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ നല്ലത് അർച്ചന. കാരണം ഇതും ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തും. ബാക്കി എല്ലാവരുടെയും കൈ കാണിച്ചേ. അവരുടെയൊക്കെ കൈ ശുദ്ധമാണ്, ശുദ്ധം. എപ്പോഴേ പോയി കഴിയും. അല്ല ഷാനിക്ക് ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അല്ല, ഞാൻ ഈ കോറസ് ഇങ്ങനെ പാടുമ്പോഴേ ഇവനീ പെണ്ണുങ്ങളെ നോക്കിയല്ലേ ഇരിക്കൂ. അത് അതിനേക്കാളും വലുത്. ഞാൻ നോക്കുമ്പോഴ് അർച്ചന ഭയങ്കര ഭാവത്തോടെ ഇങ്ങനെ പാടും. അയ്യോ, ഇങ്ങനെയാണ് അർച്ചന പാടി. ഓക്കെ, കയ്യിൽ തുണ്ട്. ഞാൻ ശരിക്കും മേടിച്ചു, എനിക്ക് എന്തോ പണി വരുന്നുണ്ടെന്ന്. ഒരിക്കലും ഇല്ല. ഞാനത് ഇത് പറയാതിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങാനും അവൾ അതിന്റെ ഇടയിൽ വല്ലതും ഒരച്ചൊരച്ച് മായച്ച് കളഞ്ഞാലോ എന്ന് ഞാൻ ഭയന്നു. പക്ഷെ അവള് മിടിക്കുകയാണ്. ഇടത്തെ കൈ കാണിക്കാൻ പറഞ്ഞപ്പോ അപ്പൊ തന്നെ വലത്തെ കൈ കാണിച്ചു. എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് ഇടന്ന് വലതൊന്നും മനസ്സിലാവുന്നില്ല. അവളാണെങ്കിൽ വലത്തെ കൈ ഒന്നും ഇല്ലല്ലോ, ഇടത്തെ കൈ ഒന്നും ഇല്ലല്ലോ. എന്തായാലും അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എല്ലാ കള്ളത്തരവും കണ്ടുപിടിക്കും. എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ശിവാനി, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു. മോഹൻ സിത്താര സാറാണ് മ്യൂസിക് ചെയ്തത്. ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സാറാണ്. പാടിയത് പി ജയചന്ദ്രൻ സാറും ചിത്രാമ്മയാണ്. സിനിമ ജോക്കർ. അടിപൊളി. എനിക്ക് ആകെ ഫീൽ ചെയ്തത് ഈ പറഞ്ഞ പോലെ അനുപല്ലവിന്റെ ബിഗിനിങ്, ചരണത്തിന്റെ ബിഗിനിങ്, ഈ രണ്ട് പോർഷൻസ് മാത്രമാണ്. കാരണം എനിക്കൊന്നും അത് കുറെ ഹർക്കത്തിന്റെ ഇടയിലാണ് അത് വരുന്നത്. അപ്പൊ പെട്ടെന്ന് ചിലപ്പം ആ ഒരു സ്റ്റാർട്ടിങ് അത് പിച്ച് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ശ്രുതി കേൾക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങ് വാട്ടെവർ ഇറ്റ് ഇസ്. ഈ അനുപല്ലവിയുടെയും ചരണത്തിന്റെയും ബിഗിനിങ് ആണ് കുറച്ചൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നിയത്. അതർവൈസ് എല്ലാം നല്ലതായിരുന്നു. കോറസ് കളിക്കേട്ടോ. കോറസ് എല്ലാവരും ഇങ്ങനെയാണ് പാടിയെങ്കിലും രസമായിരുന്നു. എല്ലാവരും രസമായിരുന്നു. അത് ആ ഹോൾ ആക്ട് ഞാൻ പറഞ്ഞില്ല, അത് ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഹോൾ ആക്ട് മൊത്തത്തിൽ എന്റർടൈനിങ് ആണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ശരത് സർ. ശിവാനി സർ, നല്ല സെലക്ഷൻ, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. പിന്നെ നമ്മൾ ഈ പല്ലവിയുടെ ഇടയ്ക്കൊരു ചലക്കും, അത് ശിവാനിക്ക് തന്നെ മനസ്സിലായി കാണും. പിന്നെ ഈ രണ്ട് തുടക്കങ്ങൾ
നല്ലോണം രണ്ട് ഡ്രൈ ചരണങ്ങൾ ആവുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ലടാ, അപ്പൊ നന്നായിരുന്നു. ഇതിന്റെ ആ രണ്ട് ചരണങ്ങളുടെ തുടക്കം, ഒരു ചലക്ക് ആ പല്ലവിയുടെ ഇടയ്ക്കൊരു അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നന്നായിരുന്നു. ഈ ഒരു നിങ്ങളുടെ കോറസുകാരും കളികളും ഒക്കെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. കോപ്പി അടിക്കാറ്. ആ, കോപ്പി എന്താ അടിക്കാൻ പറയാ ഓൺ ചെയ്യേണ്ടത് എന്ന് പറയേക്കാം, നമുക്കൊന്ന് കേൾക്കണ്ട. കേൾക്കട്ടെ. അച്ഛന് ചേച്ചി ലാസ്റ്റ് നേരമാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്, അതുകൊണ്ടാണ് ചേച്ചി എഴുതി വെച്ചത് സർ. അതിപ്പോ നിങ്ങൾ ഇരുന്ന് സംസാരിച്ച് സെറ്റപ്പ് ആക്കിയ ഒരു കള്ളമല്ലേ ഇത്? അല്ലല്ല, അത് പള്ളിയിൽ പോയി പറഞ്ഞാണ്. പൊക്കോ അവിടുന്ന്. അല്ല അർച്ചന വയറിലോ ശിവാനി, സാർ. അത്രേ ഉള്ളൂ ശിവാനി. താങ്ക് യു സാർ. വെള്ളം കുടിക്കുക, ആ. നമ്മളെ വെള്ളം കുടിപ്പിക്കാതിരിക്കുക. ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി ശിവാനിക്കുട്ടി, ചേച്ചി എന്ത് ഭംഗിയായിരുന്നു ആ ഫസ്റ്റ് ആ സീക്വൻസ്. ഷാഹുല് ചെയ്ത ആ സീക്വൻസ് വാസ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. മോൾ ആ നിന്ന പോസ്ചറും അതിന്ന് തിരിഞ്ഞ് ഡാൻസ് ചെയ്തതും ഫാന്റാസ്റ്റിക് ആയിരുന്നു. താങ്ക് യു ചേച്ചി. ഐ ലവ്ഡ് ഇറ്റ്. താങ്ക് യു. എനിക്ക് മോളുടെ ആ വോയിസ് നല്ല ക്യൂട്ടായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെ എല്ലാം നല്ല രീതിയിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ 2-3 സ്ഥലത്ത് മാത്രം ചരണത്തിന്റെ തുടക്കം, പിന്നെ ഈ ഇപ്പം ഇവരൊക്കെ പറഞ്ഞ ആ പോയിന്റ്സ്, അതൊക്കെ തന്നെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. 8.9. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. ശിവാനി, ഓക്കെ, താങ്ക് യു സാർ. MG സർ. நான் அப்படி வந்து விட மாட்டேன். நான் எப்படி கொடுக்கும் தெரியுமா? 9.1. ചേച്ചി. ശിവാനി ചേച്ചി. ஆனா இந்த வட்டம் எனக்கு கொஞ்சம் கூட இஷ்டம். கொஞ்சம் கூட ഇഷ്ടം കൂടി. ഇത്രയും ചാലഞ്ച് ചെയ്തിട്ട്, സ്വന്തമായിട്ട് ചാലഞ്ച് ചെയ്ത് വന്ന് ഇവിടെ നിന്ന് പാടിയതിന് 9.2. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 27.2. താങ്ക് യു. അടുത്ത പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുന്നേ യെസ് ശരത് സർ, മഞ്ജരി ചേച്ചി, ഇവിടെ 2 ആൾക്കാർ ഒന്നിച്ച് പുതിയ പാട്ടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. നമ്മൾ അതിന്റെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. ആരാണത്? ഷാനിക്ക കമ്പോസ് ചെയ്ത പാട്ടില് MG സാർ പോയി പാടിയില്ലേ? അതെ, പുതിയ മൂവി ബബ്ബബ്ബ. ഷാന്റെ ഒരു അടിപൊളി പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുത്തുപാട്ടെന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, വെച്ച് കീറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടിച്ചു വിട്ടിട്ടുണ്ട്. വിനീതും എന്റെ കൂടെ പാട്ടുണ്ട്, വിനീത് ശ്രീനിവാസനും പാടിയിട്ടുണ്ട്. ഒന്ന് ശ്രീകുട്ടൻ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഏതൊരു കമ്പോസറിന്റെയും ഒരു ഡ്രീം തന്നെയാണ്. അതെ, അടിപൊളിയായിരുന്നു. വെറുതെ പുട്ടുപോലെ പാടിയിട്ടങ്ങ് പോയി. ഇനി വേറൊരു സർപ്രൈസ് കൂടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് തോന്നുന്നു അത് പറയുന്നതിന് മുന്നേ നമുക്കത് കാണാം. യെസ്, ഓക്കെ. ഓക്കെ. ആത്മാവിനാകാശത്തിനാരോ വർണ്ണങ്ങൾ തൂവി ആശപ്പൊൻ താരങ്ങൾ അങ്ങിങ്ങാൻ നീലക്കൺ ചിമ്മി മണ്ണിൽ മാമ്പൂവിൽ തെന്നൽ മീട്ടുന്ന വാഴ്വിൻ സംഗീതം വെയിൽ തൂമഞ്ഞിൻ മെല്ലെ പോകുമ്പോൾ മതിപ്പൂവില്ല എങ്ങും ഉല്ലാസം എങ്ങും ആനന്ദം കാലം നീട്ടുന്നേ കിനാത്തിനാളം കുഞ്ഞിപ്പൂമാറ്റേ Yes, അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിലെ 4 കുട്ടികള്, 4 കണ്ടസ്റ്റന്റ്സ് അതിൽ പാടിയിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്. യെസ്. ഓക്കെ, അപ്പൊ 4 പേരൊന്ന് എഴുന്നേറ്റ് ഞങ്ങളൊന്ന് കാണട്ടെ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഷാനിക്ക ഉടനെ വരും എന്ന് പറഞ്ഞത് ഇതായിരുന്നു അല്ലേ? അതെ 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 അതെ. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും വലിയൊരു സിനിമയിൽ ഒരു പാട്ടിന്റെ ഭാഗമാവാൻ നിങ്ങൾക്കും പറ്റിയതിൽ ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഒരുപാട് സിനിമകളിൽ പാടാൻ പറ്റട്ടെ എല്ലാവർക്കും കേട്ടോ. ആൻഡ് താങ്ക് യു ഷാനിക്ക, നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. അയ്യോ, അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇങ്ങനെ ഈ വോയിസസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സോങ് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഇവരെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കുക. അതെ,
നാച്ചുറലി വരുന്ന ഒരു തോട്ടാണ്. അതൊരു മനഃപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം പോലും അല്ല. നാച്ചുറലി നമുക്ക് ഓക്കെ ഇന്നത് അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പം അങ്ങനെ നാച്ചുറലി സംഭവിച്ചൊരു കാര്യം. അത് സതീഷ് ഭായ് ആണ് അതിൻ്റെ ഒരു കാറ്റലിസ്റ്റ്. പുള്ളിയെ വിളിച്ചു പറഞ്ഞു, സതീഷ് ഭായ് നേരെ, അതെ സതീഷ് ഭായ് നേരെ ഇതാണ് 4 പേര് എന്ന് പറഞ്ഞു. ഈ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്, ഈ ഷെഡ്യൂളിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. എത്ര പെട്ടെന്നല്ലേ. അതെ, അപ്പൊ പാത്തോസ് റൗണ്ട് ആണ്. അനഘയാണ് പാടാൻ വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അനഘ. ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ട് തൊട്ടിനുള്ളിലുള്ള പാട്ട്, എന്നും ചായുറക്കി പാടിത്തരും പാട്ട്, ഓരോരോർമകളിലോടിയെത്തും പാട്ട്, കണ്ണീരിൻ പാടത്തും നിലവില്ലാരാവത്തും കൽബില കത്തണ പാട്ട്, പഴം പാട്ട്, ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ട് തൊട്ടി ഉള്ളിലുള്ള പാട്ട്. കായലിൻ കരയിലെ തോണി പോലെ കാത്തു ഞാൻ നിൽക്കയായി പൂങ്കുരുന്നേ, പെയ്യാമുകിലുകൾ വിങ്ങും മനസ്സുമായി മാനത്തെ സൂര്യനെ പോലെ, കനൽ പോലെ, ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ട് തൊട്ടിനുള്ളിലുള്ള പാട്ട്, എന്നും ചായുറക്കി പാടിത്തരും പാട്ട്, ഓരോരോർമകളിലോടിയെത്തും പാട്ട്. സങ്കട കടലിനും സാക്ഷിയാവാം, കാലമാം ഖബറിടം മൂടി നിൽക്കാം, നേരിൻ വഴികളിൽ തീരായാത്രയിൽ നീറുന്ന നിന്നിഴൽ മാത്രം, നമുക്കെങ്ങും ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ട് തൊട്ടിനുള്ളിലുള്ള പാട്ട്, എന്നും ചായുറക്കി പാടിത്തരും പാട്ട്, ഓരോരോർമകളിലോടിയെത്തും പാട്ട്, കണ്ണീരിൻ പാടത്തും നിലവില്ലാരാവത്തും കൽബില കത്തണ പാട്ട്, പഴം പാട്ട്. നൈസ് മോള്, നൈസ്. ഗുഡ്. അനഘ, ഹെൽത്ത് ഒക്കെ ഓക്കെ ആയാ? ശരിയായി വരുന്നു. Sound? കോൾഡ് ഉണ്ട്, വോയിസ് ഓക്കെ ആയിട്ടില്ല. ഓക്കെ, ചോദിക്കാം നമുക്ക്. ഷാനിക. അനഘ, സർ ആരൊക്കെയാണ് ഇതിന്റെ ആളുകൾ?
ഡീറ്റെയിൽസ് ഒക്കെ ക്രെഡിറ്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു. മൂവി ബസ് കണ്ടക്ടർ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് എം ജയചന്ദ്രൻ സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പാടിയിരിക്കുന്നത് യേശുദാസ് സാറും പാടിയിട്ടുണ്ട്, ചിത്രാമ്മയും പാടിയിട്ടുണ്ട്. ഞാനിപ്പം പാടിയത് ചിത്രാമ്മ പാടിയ വേർഷൻ. ഓക്കെ, ഞാൻ വിചാരിച്ചു കെ ചിത്രമ്മ പാടിയിട്ടുണ്ട്, കെ ജി ദാസറും പാടിയിട്ടുണ്ട്, പിന്നെ ഞാനും പാടി. അനക്ക, എനിക്ക് അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ കായലിൻ കരയില്, അതുപോലെ പെയ്യ മുകിലുകൾ, അപ്പൊ അവിടെയൊക്കെ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യും. അത് പ്രോബബ്ലി ഈ ഒരു എല്ലാവർക്കും അസുഖമാണല്ലോ ഇപ്പം. അതുകൊണ്ട് നമുക്കിപ്പോൾ എന്താണ് പറയേണ്ടതെന്നും അറിയില്ല. എപ്പോഴും പറയുന്ന പോലെ ഇത് നമ്മുടെ കൂടെ ഒരു 100% നിന്നിട്ടില്ലെങ്കിൽ നമുക്കത് ഒരു 100% നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലേ? അതാണല്ലോ സത്യം. പക്ഷെ അനക്ക, യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ് അനക്ക. താങ്ക് യു സർ. നല്ലോണം പാടാൻ പറ്റുന്ന, നല്ലോണം മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന, യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വോയിസ്. ആ വോയിസ് നഷ്ടപ്പെടാതെ ഈ ഹെൽത്ത് നോക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ? വളരെ മനോഹരമായൊരു പാട്ട്, ബ്യൂട്ടിഫുൾ, നല്ല ഉഗ്രം കോമ്പോസിഷൻ. അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഈ ഒരു ടൈം സിഗ്നേച്ചർ അങ്ങനെ അത്ര യൂസ്ഡ് അല്ല അല്ലേ? അതെ. എന്താണെന്ന് പറയൂ. അതെ, എന്താണെന്ന് പറയടോ. ഖണ്ഡചാപ്പ്. ഖണ്ഡചാപ്പിലുള്ള വേറെ ഏതെങ്കിലും പാട്ട് അറിയാമോ? ഒരു കരിമുകിൽ. അതും നല്ല പാട്ടാ. അതും നല്ല വേറെ നല്ല പാട്ടാ. അഴകുമലരാട അഭിനയങ്ങൾ കൂടെ. അത് പിന്നെ രാജാ സാറിന്റെ തന്നെ മഴை വരുത് കൂടെ കൊണ്ടുവാ. ഉഗ്രം പാട്ടാ, ഉഗ്രം പാട്ട്. വൈവേട്ടിന്റെ ഇത്രയ്ക്കൊരു റൊമാൻറ്റിക് പാട്ട്. പിന്നെ എന്നെ സൊൽവത്, അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രമേശ് വിനായകത്തിൻ്റെ പാട്ടാണ്. ഉഗ്രം കമ്പോസർ, നല്ല പിയാനിസ്റ്റ്. അവൻ ചെയ്യുന്ന പാട്ടുകളൊക്കെ എനിക്ക് അത്ര ഇഷ്ടമാണ്. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അത് ഒരു നല്ല സുഖമുണ്ടായിരുന്നു. എനിക്ക് പെയ്യാമുകിലുകൾ അതൊന്ന് പാടാമോ? അതിനൊരു കുറച്ച് കൃത്യത ഉണ്ടാവാമെന്ന് തോന്നി. അത് കാര്യം അതിനൊരു കൃത്യത ഇല്ലായിരുന്നു പാടിയപ്പോൾ. എന്തോ ഒരു പുകമറയ്ക്കകത്ത് നിന്ന പോലെ. അത് ഇതേ ഉള്ളൂ. പിന്നെ ആ കാലമാം നിൽപ്പാം, അതും ഇത് തന്നെയാണ്. അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ്, എന്തോ ഒരു എക്സ്ട്രാ അവിടെ ഏതോ ഒരു ഐറ്റം കിടക്കുന്ന പോലെ തോന്നി. അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു സർ. ചേച്ചി? അനക്ക ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. ഈ മൂക്ക് അടഞ്ഞിട്ട് ഉള്ള അവസ്ഥ എനിക്ക് വളരെ നല്ലോണം അറിയാം. അത് വളരെ ബുദ്ധിമുട്ടാണ് ചില സമയത്ത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് എം ജയചന്ദ്രൻ സാറിന് വേണ്ടിയിട്ട് മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തി പടർത്തിയ മുത്തുപോലെ തുടുത്തോരു പനിനീരേ ഇങ്ങനൊരു പാട്ട് ഞാൻ പാടിയിരുന്നു വിലാപങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞ ചിത്രത്തിൽ. അപ്പോൾ അത് അന്ന് ചെന്നൈയിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. കോരിച്ചൊരിയുന്ന മഴ, എനിക്കാണെങ്കിൽ കോൾഡ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ബോട്ടിൽ കഫ് സിറപ്പും കൊണ്ടാണ് ഞാൻ സ്റ്റുഡിയോക്കകത്ത് കയറുന്നത്. ഇത് അടുത്ത് വെക്കും, കുറച്ച് കുടിക്കും, അല്ലെങ്കിൽ ഈ കുത്തി ചുമയും മൂക്കടഞ്ഞിരിക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തോ ദൈവാധീനം കൊണ്ട് ആ സമയത്ത് ആ ചുമയൊക്കെ ഒന്ന് മാറി നിന്ന് ആ പാട്ടങ്ങ് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ അവസ്ഥ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പാടിയൊരു സംഭവമാണ് അത്. ദൈവാനുഗ്രഹം കൊണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടായി. അപ്പോൾ അതുപോലെ മോളിപ്പം ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഫീൽ ചെയ്യാം. കാരണം നമ്മൾ പാടുമ്പം അറിയാം എന്താണെന്നുള്ളത്. പക്ഷെ എന്നാൽ കൂടി ചില ഭാഗങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് പല്ലവിയിൽ ഓരോരോർമ്മ അല്ലേ, ഓരോരോ ഓർമ്മകൾ. അവിടെ ഒരു സംഗതി ഇട്ടിരുന്നു മോള്. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ഇടയിലൊക്കെ നല്ല സുന്ദരമായ കാര്യങ്ങൾ കയറി വന്നിരുന്നു. അതുകൊണ്ട് ഓൾ ദ വെരി ബെസ്റ്റ്. പെട്ടെന്ന് ഉഷാറാവട്ടെ, ശബ്ദമൊക്കെ ഭേദാവട്ടെ. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. എം ജി സർ? അനഘ സർ, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കാരണം സുഖമില്ലാത്ത ഒരു അനഘ, പാവം അനഘ, അതായത് ശുദ്ധയായ അനഘ, ഓ മൈ ഗോഡ്, ഒരു പാവം പെൺകുട്ടി. ഇങ്ങനെ നിർത്തി ഇങ്ങനെ ചോദിക്കാമോ എന്താ അവിടെ പോയി ഇവിടെ പോയിന്ന് പാടി കുറച്ച് തെറ്റി എങ്ങും പോയില്ല, അതേ നിൽക്കുന്നു. ഖണ്ഡചാപ്പെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി.
പണിവാളി. സർ അത് പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചറാണ്. പഠിപ്പിക്കുന്നു, അത് ടീച്ചറുമാണ്. പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചറുമാണോ? ആ പിന്നെ പിന്നെ ഞാൻ ഒരിക്കലും കമന്റ് പറയാൻ പാടില്ല പാടില്ല. അപ്പൊ ഞാൻ കമന്റ് പറയുന്നില്ല. അതുകൊണ്ട് ടീച്ചറാണ്. ജനറൽ നോളജ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഓ നോ. വേണ്ടേ? യാ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇവിടെ നിന്നൊന്നും പറയരുത്. ആ അതെ 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 ഫോളോ ഞങ്ങള് ഉത്തരം പറയരുത്. ഇല്ല, കാരണം നമുക്കും അറിയാം. ആരും കൂട്ടാത്ത കറി. സമയമല്ല ഇവിടെ. കുസൃതി ചോദ്യം. അതെ ഇന്റലക്ച്വൽ ചോദ്യമാണ്. വൗ. ഒരു കുസൃതിയായിട്ട് ഭയങ്കര എടുക്ക്. ബുദ്ധി വേണം. അതെ. 1 2 ടെൻഷൻ ആവുകൾക്ക്. എന്തെങ്കിലും ഒരു കോമഡി ആൻസർ ആലോചിക്ക്. ആരും കൂട്ടാത്തതാണ്. കറി. ഞാനല്ല. ഇനി ഞാൻ പറയുന്നു. സാർ ഒരു ക്ലൂ ഉണ്ടോ? ഒരു ക്ലൂ ഇല്ല, പറയാൻ പോകും. സിമ്പിളാ. ബേക്കറി. ഫാന്റാസ്റ്റിക് അണ്ണാ. ശരി, എന്തായാലും ഇന്ന് ഇവിടെ സൂപ്പർ അണ്ണാ. ഇനി വേണ്ട. അല്ല, വേണം ഒരെണ്ണം കൂടെ. ആ സാർ ഓക്കെ. അല്ല ഇവിടെ ഇന്നേ പറ്റൂ. സിനിമയിലില്ലാത്ത ആക്ഷൻ. സിനിമയിലില്ലാത്ത ആക്ഷൻ. വിക്സ് ആക്ഷൻ. ഏ? വിക്സ് ആക്ഷൻ. കറക്റ്റ്. ഇനിയിപ്പം ഏറ്റവും ഇന്റലക്ച്വൽ ആയിട്ടൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ ഓക്കെ. പട്ടി കടിക്കുന്നത് എന്തുകൊണ്ടാണ്? പല്ലുകൊണ്ട്. കടിയോ? പട്ടിക്കെന്തോന്ന് കടി? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇതുപോലും അറിഞ്ഞൂടാണോ ഈ സീറ്റിൽ കയറി ഇരിക്കുന്നത്? ഇതുപോലും അറിഞ്ഞൂടാ. പട്ടി കഴിക്കുന്ന ഭാഗമുണ്ട്. പിന്നല്ല പിന്നെ വായില് പല്ലല്ലേ സാർ ഉള്ളത്? പട്ടി കടിക്കുന്ന അതിന് നിർത്തി. തോന്നുന്നുണ്ട്. ഒരുത്തൻ രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം ആകാശം എനിക്ക് തരരുത്. ചവിട്ടി. നീ പോയി ആ പണം ചൂട്ടി. മോക്ക് ഇത്തിരിയെങ്കിലും പനി മാറിയില്ലേ? ഒരു സന്തോഷമായില്ലേ? ഇത്രയൊക്കെ ഉള്ളു. ചാടിപ്പോയ ആള് തിരിച്ചു വന്ന്. എവിടെ പോവാനാ? പക്ഷേ സാർ This was too much, man. Too much, yaar. പക്ഷെ സൂപ്പർ. ഇത് പട്ടി കടിക്കുന്ന ഭാഗമുണ്ടാണെന്ന് ഒരു അറിഞ്ഞൂടാത്ത 3 പേരെ പട്ടി കടിക്കുന്ന സാർ, അത് പത്ത് അത് പട്ടി ശരിയല്ല കടിക്കുന്ന സാർ. അതുകൊണ്ട് ഞാൻ തോന്നുന്നുണ്ട്. പല്ലുണ്ടെന്ന് പറഞ്ഞു. വായിക്കകത്ത് പല്ലില്ലേ? ഇല്ല, പല്ല് കിളവൻ പല്ലുകൊണ്ടല്ലേ പട്ടിക്ക് കടിക്കുള്ളൂ. കിളവൻ പട്ടിക്ക് കടിച്ചു. എനിക്കൊരു പോയിന്റ് No, no, തരണം. അതെ, ഞങ്ങൾ എനിക്കൊരു പോയിന്റ് സമ്മതിക്കുന്നു. തന്നേ അല്ല, പറ്റൂ. ഞാൻ പറയുന്നത് വളരെ വയസ്സായുള്ള പട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഞാൻ ഉദ്ദേശിച്ചത് ചെറുപ്പക്കാരനെ ഒരു ആ, അങ്ങനെ വേണ്ട. അത് മഞ്ചരി ചുമ്മാ ആലോചിച്ചോണ്ടിരുന്നാ മതി. ഈ റിഡിൽ നമ്മൾ ഇപ്പം ചെയ്തു. എനിക്ക് ഒരു കുസൃതി ചോദ്യം ചോദിക്കണം. എല്ലാവരും ഓക്കെ ഓക്കെ. ചോദിക്കുന്നേ. ആൺപിള്ളേർക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു ഫ്രൂട്ട് ഏതാണ്? പിള്ളേർക്ക് മാത്രോ? പെൺപിള്ളേർക്ക് കഴിക്കാൻ പറ്റും, ആൺപിള്ളേർക്ക് കഴിക്കാൻ പറ്റും. കഴിക്കാൻ പറ്റാത്തൊരു ചേച്ചി കണ്ടോ? അവൻ ഭയങ്കര ഇന്റലിജന്റാ. പറയും പറയും. വേണ്ട, ഇങ്ങനെ വേണം ചോദ്യം ചോദിക്കും. പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്. അല്ല, പറ്റാത്ത പറ്റാത്ത fruit. പറ്റാത്ത fruit. ഒരു ക്ലൂ. ആൻസർ മലയാളത്തിലാണ്. ആ നല്ല ക്ലൂ. എനി ഗസസ് പറയും. ജാക്ക് ഫ്രൂട്ട് അല്ല, ഒന്നുമല്ല. ശരത് സാർ ഇതും വരും. come on. അല്ല, അത് ഇംഗ്ലീഷ് വന്ന് പറഞ്ഞു. ഉള്ള എല്ലാ ഫ്രൂട്ട്സും ഞാൻ തലയിൽ കൂടെ ഓടിച്ചോണ്ടിരിക്കുക. അല്ല, അങ്ങനെ ഒരു സംഭവമില്ല. അതെന്തോ ഒരു കുസൃതി ചോദ്യമാണ്. അത് ആപ്പിള്, ഓറഞ്ച്, ഗ്രേപ്സ്, അതൊന്നും അല്ല ഷാനിക്ക. വാട്ടർമെലൺ. ഇനി പറഞ്ഞോളൂ. ഇനി പറഞ്ഞു. ആൻസർ ഇസ് അവക്കാഡോ. കാരണം അവക്കാഡോ. അത് അവക്കാഡോ. അവനെ പോയി തല്ലിട്ട്. സാർ അത് മാത്രല്ല, ഈ മേക്കപ്പ് റൂമിന്റെ അവിടെ നിന്നൊക്കെ ഞങ്ങളോട് വന്നിട്ട് ചോദിക്കും, ശിവാനി സ്പൂൺ കൊണ്ടുവന്നിട്ടുണ്ടോ? ശിവാനി സ്പൂൺ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തിനാ? ഈ ഷെഡ്യൂൾ നമുക്ക് കലക്കണ്ടേ? യശേ കൊള്ളാട്ടാ. വെരി ഗുഡ്. ഈ ഒരു അവസരത്തിൽ എല്ലാവരും രോഗം പിടിച്ചിരിക്കുക, എങ്കിലും ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ യഷ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മക്കളെ മാർക്ക് ചോദിക്കും. എന്നാ MG സാർ തന്നെ പറഞ്ഞു മാർക്ക്. അതാ നല്ലത്. എന്തായാലും ഇത്രയായില്ലേ? അയ്യോ 8.5. താങ്ക് യു സർ. താങ്ക് യു സാർ. ഷാനിക. അനക്ക. താങ്ക് യു സർ. ദേ കിടക്ക്. ഓക്കെ ശരത് സാർ. അനക്ക സർ 8.6. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ചേച്ചി. അനക്ക 8.6. താങ്ക് യു. ഓക്കെ സോ ടോട്ടൽ 25.7. ഓക്കേടാ.
ശിവമക